നിങ്ങൾക്കേവർക്കും സ്വന്തമായി വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ എഞ്ചിൻ ഓയിൽ ക്യാപ്പ് നമുക്ക് ഒരു പ്ലെയർ ഉപയോഗിച്ച് റിലീസ് ചെയ്തതിന് ശേഷം ഊരി മാറ്റണം. ഇവിടെ ആയിട്ടാണ് ഡ്രെയിൻ ബോൾട്ടിൻ്റെ ലൊക്കേഷൻ. ഒരു 18 മില്ലിമീറ്റർ ഹെക്സ് സോക്കറ്റ് മെൽറോഡുമോ അല്ലെങ്കിൽ 18 മില്ലിമീറ്റർ റിംഗ് സ്പാനറോ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡ്രെയിൻ ബോൾട്ട് ഊരിയെടുക്കണം. ഡ്രെയിൻ ബോൾട്ട് ജസ്റ്റ് റിലീസ് ചെയ്തതിന് ശേഷം ഓയിൽ കളക്ട് ചെയ്യാനായി നമുക്കൊരു ഓയിൽ പാൻ താഴെ സെറ്റ് ചെയ്ത് വെക്കണം. ഡ്രെയിൻ ബോൾട്ട് പൂർണ്ണമായി ഊരിയെടുത്താലും എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്തു വരുന്നതല്ല. ഡ്രെയിൻ ഹോളിൽ നിന്നും ഓയിൽ സ്റ്റെയിനർ പൂർണ്ണമായും വലിച്ചെടുത്താൽ മാത്രമേ നമുക്ക് എൻജിൻ ഓയിൽ കംപ്ലീറ്റ് ആയി ഡ്രെയിൻ ചെയ്ത് മാറ്റാൻ കഴിയൂ. വണ്ടി ഇതുപോലെ ഇടതുഭാഗത്തേക്ക് ചരിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡിൽ നിന്നും ഇറക്കി സൈഡ് സ്റ്റാൻഡിൽ ഒരു അല്പം നേരം വെച്ചാലോ നമുക്ക് കംപ്ലീറ്റ് ആയി ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റാവുന്നതാണ്. ഓയിൽ സ്റ്റെയിനർ പെട്രോളിലോ ഡീസലിലോ വാഷ് ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തിരിച്ചു വയ്ക്കാം. യാതൊരു രീതിയിലുമുള്ള എഞ്ചിൻ ഓയിൽ ലീക്കിംഗ് വരാതിരിക്കാൻ വേണ്ടി ഒരല്പം അനാബോണ്ട് അഥവാ ലിക്വിഡ് ഗ്യാസ്കറ്റ് എടുത്ത് നമുക്ക് ഡ്രെയിൻ പ്ലഗിൻ്റെ ചുറ്റിലുമായി ഇതുപോലെ നേരിയ തോതിൽ അപ്ലൈ ചെയ്യാം. ഡ്രെയിൻ പ്ലഗ് തിരികെയിട്ട് കൈകൊണ്ട് മുഴുവനായി ടൈറ്റ് ചെയ്തതിന് ശേഷം സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുമ്പോൾ ഓവർ ടോർക്ക് കൊടുത്ത് എൻജിൻ കേസിലെ ത്രെഡ് പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഒരു ഫണൽ ഉപയോഗിച്ച് ഇതുപോലെ എൻജിൻ ഓയിൽ റീഫിൽ ചെയ്യുകയാണെങ്കിൽ ഒരല്പം പോലും എൻജിൻ ഓയിൽ പാഴാവുന്നതല്ല. 1 ലിറ്ററാണ് BS4 CT100ൻ്റെ എൻജിൻ ഓയിൽ കപ്പാസിറ്റി. അതുപോലെ തന്നെ 10W30 ആണ് എൻജിൻ ഓയിൽ ഗ്രേഡ്. നിങ്ങളുടെ വണ്ടിയുടെ എൻജിനുള്ളിൽ വരുന്ന കാർബൺ ഡെപ്പോസിറ്റിൻ്റെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ എൻജിൻ്റെ ലൈഫ് കൂട്ടാനും ഓരോ 2500-3000 കിലോമീറ്ററിലും എൻജിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മഴയോ മറ്റു വെള്ളമോ ഉള്ളിലേക്ക് കടക്കുന്നത് തടയാൻ വേണ്ടി നമുക്ക് എൻജിൻ ഓയിൽ ക്യാപ്പ് ഒരു പ്ലെയർ ഉപയോഗിച്ച് ഒരു അല്പം കൂടി ടൈറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്